ചേരുന്നത്. ആദ്യം ഡോക്ടർ ബി ജയരാജ്, ഒരു വലിയ കൊള്ള തന്നെയാണ് നടന്നത്. പ്രതിപക്ഷം ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. അതുമാത്രമല്ല, ഈ കോവിഡ് സമയത്ത് അസാധാരണമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയും വന്നിട്ടുണ്ട്, അത് സമ്മതിക്കാവുന്നതുമാണ്. പക്ഷേ ഈ പി പി കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് നോക്കുകയാണെങ്കിൽ 10 കോടി രൂപയുടെ നഷ്ടമാണ്, അധിക ചെലവാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇതിൽ പറയാൻ കഴിയില്ല. അന്ന് പറഞ്ഞ ന്യായങ്ങൾ പൊള്ളയാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. മഞ്ജുഷ്, ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യം ഒരു ഗ്ലോബൽ സാഹചര്യമാണ്. ആ സമയത്ത് ഒരു ഗ്ലോബൽ പാൻഡമിക് എന്നുള്ള വാക്ക് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേൾക്കാത്തതാണ്. ആദ്യമായിട്ട് കേൾക്കുന്നത് കോവിഡിന്റെ കാര്യത്താണ്. എന്ത് ചെയ്യുമെന്നൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കോവിഡിന്റെ മുന്നണി പോരാളിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പല ആളുകളും എന്നോട് പറഞ്ഞത് ഒരു PPE കിറ്റ് രാവിലെ എടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ചീത്തയായി പോകും, പിന്നീട് വേറെ PPE കിറ്റ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ PPE കിറ്റിന്റെ ലഭ്യത കുറവ് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ PPE കിറ്റ് ഊരാതെ വർക്ക് ചെയ്ത ഡോക്ടർമാരെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഗ്ലോബലി ഷോർട്ടേജാണ് PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് കിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ലോകം മുഴുവൻ ഷോർട്ടേജ് ആയിരിക്കുന്ന സമയത്താണ് ഒരു കമ്പനി പ്രോമിസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന വില 80 ലക്ഷം കോവിഡ് രോഗികൾ ഉണ്ടാവുമെന്നാണ് പ്രൊജക്റ്റഡ് ആ സമയത്തെ കണക്ക്. ആ കണക്കിനനുസരിച്ച് നമ്മൾ പ്രൊക്യൂർമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സൺ ഫാർമ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് 15,000 PPE കിറ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ കമ്പനി 22 ദിവസം കഴിഞ്ഞിട്ടും ഇത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സൺ ഫാർമയ്ക്ക് കൊടുത്തിട്ട് തന്നെ 22 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത്രയധികം കിറ്റുകൾ കിട്ടിയത്. അന്നേരത്തെ സാഹചര്യത്തിന് നമ്മൾ വിലയിരുത്തുക. അന്നേരം ലാഭനഷ്ടങ്ങളല്ല നോക്കുന്നത്, നമ്മൾ നോക്കേണ്ടുന്ന മനുഷ്യജീവനാണ്. കർണാടകയിലൂടെ ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ ആളുകൾ മരിച്ചു കിടക്കുന്നു, എടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വഴിനീളെ ഇങ്ങനെ അംഗപ്പുണം കിടപ്പപ്പോൾ ആ വഴി പോകാതെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാഹചര്യം ഞാൻ കണ്ടു. എന്തായാലും കേരളത്തിൽ ഭാഗ്യത്തിന് അതുണ്ടായില്ല. എല്ലാം സമ്മതിക്കുകയാണ്. ആ സമയത്ത് അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനുശേഷമാണ് ആ സമയത്ത് ഒന്നുകിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, അതല്ലെങ്കിൽ മനഃപൂർവ്വമായി ചില കമ്പനികളെ സഹായിക്കുവാനുള്ള വ്യഗ്രതയുണ്ടായി. അത് മനസ്സിലാക്കുന്ന രീതിയിലാണ് കണക്കുകൾ വരുന്നത്. ഡോക്ടർ ബി ജയരാജ്, അസാധാരണമായ സാഹചര്യമായിരുന്നു എങ്കിൽ കൂടെയും അതിനൊരു പരിധിയുണ്ടല്ലോ ഈ പർച്ചേസിന്റെ കാര്യമൊക്കെ വരുമ്പോൾ. അതാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. CAG കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യം പുറത്തു വന്നതാണ്. പക്ഷെ അന്നും ഈ അസാധാരണ സാഹചര്യവും ഗുണനിലവാരവും ഒക്കെയാണ് അതിന് വിശദീകരണമായി പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയാണ്. താങ്കൾ പറയുന്ന ഈ സാൻ ഫാർമ എന്ന കമ്പനി തന്നെ ഈ PPE കിറ്റ് നിർമ്മാണത്തിൽ പുതിയൊരു കമ്പനിയായിരുന്നു. അവരിൽ നിന്ന് 1550 രൂപയ്ക്കാണ് ഒരു കിറ്റ് വാങ്ങിയത്. അതേ സമയത്ത് തന്നെ 4 കമ്പനികൾ ഉണ്ടായിരുന്നു, അവർ നൽകുവാൻ തയ്യാറുമായിരുന്നു. അതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അന്ന് അവരയച്ച കത്ത് പോലും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അനിത ടെക്സ്കോട്ട് എന്നുള്ള കമ്പനി അന്ന് തയ്യാറായിരുന്നു നൽകുന്നതിന് വേണ്ടി. അതും സർക്കാർ അന്ന് തീരുമാനിച്ചിരുന്നത് 545 രൂപ എന്നുള്ളതായിരുന്നു. അതിനും ചെറിയൊരു വ്യത്യാസത്തിന് 550 രൂപയ്ക്ക് തയ്യാറായിരുന്നു ആ കമ്പനി. അതുപോലും തള്ളിക്കൊണ്ടാണ് ഈ പറയുന്ന 1550 രൂപ വരെ. അതുമല്ല, 800, 830, 1295, 1550, 1185, 1550 ഇങ്ങനെയാണ് 5 കമ്പനിയിൽ നിന്ന്. ഓരോ കമ്പനികളുടെയും വിലയാണ് ഞാനിവിടെ പറഞ്ഞത് ഒരു PPE കിറ്റിന്. ഇങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത് 2020 മാർച്ച് മുതൽ 2020 മെയ് വരെ. അതായത് കോവിഡിന്റെ തുടക്ക സമയത്തെ കാര്യമാണ് ഇത്. പക്ഷേ അതേ സമയത്ത് തന്നെ 4 കമ്പനികൾ, ഒരു കമ്പനി 425 രൂപ മുതൽ 445 രൂപ വരേക്ക് തരാൻ തയ്യാറുണ്ടായിരുന്നു. മറ്റൊരു കമ്പനി 475 രൂപയ്ക്ക്, പിന്നെ ഒരു കമ്പനി 550 രൂപയ്ക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനിത ടെക്സ്കോട്ട് എന്നുള്ള കമ്പനി. പിന്നെ മറ്റൊരു കമ്പനി 450 രൂപയ്ക്ക് തരാനും തയ്യാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ അതൊരു ഒന്നുകിൽ വീഴ്ച, അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഈ കമ്പനികളെ സഹായിക്കാനാണ് എന്നതിൽ അപ്പുറം എന്ത് ആണ് അതിനകത്ത് പറയുവാനുള്ളത്? എന്ത് വിശദീകരണം നൽകിയാൽ പോലും, ഗുണനിലവാരത്തിന്റെ കാര്യം പറയുവാനാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, പുതിയ കമ്പനിയിൽ നിന്നാണ് ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടിയ വിലയ്ക്ക്. ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നോക്കണം മഞ്ജുഷ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യ വാക്സിൻ ഡെവലപ്പ് ചെയ്തപ്പോൾ 350 രൂപയാണ് അതിന്റെ നിജപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ വാക്സിൻ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് എടുത്തത്. 1800-1900 രൂപ കൊടുത്തിട്ടാണ് ഞാൻ
ഈ വാക്സിനേഷൻ എടുത്തത്. ആ വാക്സിനേഷൻ എടുക്കാനുണ്ടായ സാഹചര്യം അത് വാക്സിന്റെ കേസാണ്. പക്ഷെ ആരും അന്ന് പരാതി പറഞ്ഞില്ല. നമുക്ക് സാധനം കിട്ടിയാൽ മതി, എങ്ങനെയായാലും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. നമുക്ക് രോഗം, പ്രത്യേകിച്ച് ഞാൻ കുട്ടികളോട് ഇടപെട്ട് എപ്പോഴും നിൽക്കുന്ന പരീക്ഷ നടത്തുകയും പരീക്ഷ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് സബ്സിഡി ആയിരുന്നു. സർക്കാരിന് സബ്സിഡിയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ സർക്കാർ മനഃപൂർവ്വം ഒന്നുകിൽ ഈ കമ്പനികളെ സഹായിക്കുവാനായിട്ട് കൂട്ടുനിന്നു എന്നുള്ള ആരോപണമാണ് ശ്രീ ഡോക്ടർ ബി ജയരാജ് വരുന്നത്. അതുകൊണ്ടാണ് ഈ അധിക ചെലവിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. സർക്കാർ ഒരു ചാർജുമില്ലാതെ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഇത് ഇങ്ങനെ ഒരു വാക്സിനേഷൻ കണ്ടെത്തിയാൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഇത് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ കൊടുക്കേണ്ടതാണ്. ആ ഫ്രീ വാക്സിനേഷൻ കൊടുക്കേണ്ടതിന് പകരമാണ് ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ആദ്യത്തെ വാക്സിനേഷൻ കൊടുത്തത്. അങ്ങനെ രണ്ടാമത്തെ വാക്സിനേഷനും മൂന്നാമത്തെ വാക്സിനേഷനും എല്ലാ ആളുകൾക്കൊന്നും എത്തിയതൊന്നുമില്ല. ഇക്കാര്യത്തിൽ ന്യായീകരണമില്ലല്ലോ അല്ലെ? ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ക്രമക്കേട് ഇതിന് ന്യായീകരണമില്ല. ആ സമയത്ത് കോവിഡിന്റെ തുടക്ക സമയത്താണ്. അപ്പൊ ആ സമയത്ത് കടുംപെട്ട് നടത്തുവാനുള്ള അവിടെ ലാഭമെടുപ്പിന് ശ്രമിച്ചോ കമ്പനികളെ സഹായിച്ചോ എന്നുള്ളതാണ്. കോവിഡ് ഇത്രയും ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുമെന്ന് പോലും അന്ന് കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ല. തുടക്ക സമയത്താണ് 2020 മാർച്ച് 28 മുതൽ 30 വരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ ക്രമക്കേട് നടന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്ത കമ്പനിയെ പോലും തള്ളിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് 1550, അതായത് 550 നിന്ന് നേരെ 1550 പോവുകയാണ്. അതായത് 300%, 3 ഇരട്ടി കൂടുതൽ വില നൽകുകയാണ്. ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ ഡോക്ടർ ബി